നമുക്ക് ഒരല്പം ഉഴുന്ന് വെള്ളത്തിലിടാം. ഒരു തവി ഉഴുന്ന് ഇടുന്നുള്ളൂ. ഇതിൻ്റെ കൂടെ അരിപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് ഇണ്ടറിയപ്പം ഉണ്ടാക്കാനാണ്. ഇന്ന് നോമ്പിൻ്റെ പാതിയാണ്. അപ്പം ഒരു തവി ഉഴുന്നിന് ഒരു 4 തവി അരിപ്പൊടി ഇടാം. അത്രയും കൊണ്ട് 2 ഇണ്ടറിയപ്പം ഉണ്ടാക്കാം. വെള്ളം ഇവിടെ ഇരുന്ന് കുതിർന്ന് വരട്ടെ. ഒരു 2 മണിക്കൂർ കുതിർന്നിട്ട് നമുക്ക് അരച്ചെടുക്കാം. നമ്മൾ രാവിലെ വെള്ളത്തിലിട്ട ഉഴുന്ന് ഇവിടെ കഴുകി വാരി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു ഞുള്ള് ജീരകം, ഒരു കുറച്ച് ചുമന്നുള്ളി, ഒരു 2-3 വെളുത്തുള്ളി, ഇത്രയും ചേർത്ത് വെള്ളമില്ലാതെ നമുക്കൊന്ന് അരച്ചെടുക്കാം. നല്ലപോലെ അരയണ്ട, തരുന്നിരുന്നാൽ മതി. ഉഴുന്നും ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ അല്പം ഉപ്പും ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. വെള്ളം ചേർക്കുന്നില്ല, തരിതരിപ്പായിട്ടാണ് അരച്ചെടുക്കുന്നത്. നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുത്ത് വേണം അരച്ചെടുക്കാൻ. ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. നമുക്കിനി ആവശ്യത്തിന് പൊടിയെടുക്കാം. ഞാൻ 2 തവി പൊടി എടുത്തിട്ടുള്ളൂ. ഇതല്പം അടുപ്പത്തിരുന്ന് തിളയ്ക്കുന്നത് അല്പം ഉപ്പ് ചേർത്ത വെള്ളമാണ്. ആ വെള്ളം ഒഴിച്ച് ഇതൊന്ന് ഇളക്കാം. ഒത്തിരി വെള്ളം ഒഴിച്ചാൽ ഉഴുന്ന് ചേർക്കുമ്പോൾ വെള്ളം അധികമായി പോകും. ഇത് മതിയാവും. പൊടിയൊന്ന് ചൂടുവെള്ളത്തിൽ കുഴച്ചില്ലെങ്കിൽ വേഗം താമസം എടുക്കും. വറുത്ത പൊടി ആയതുകൊണ്ട് വേഗം. പിന്നെ ചൂടുവെള്ളമാണെങ്കിൽ കൂടുതൽ മയവും പെട്ടെന്ന് വേവുകയും ചെയ്യും. ഇനി നമുക്കിതിനകത്തേക്ക് ഉഴുന്നും തേങ്ങയും ചേർക്കാം. തേങ്ങ അരിപ്പൊടിയുടെ ഒപ്പം തന്നെ നന്നായിട്ട് ചേർക്കണം. അരയ്ക്കുന്നൊന്നുമില്ല, വേണമെങ്കിൽ തേങ്ങ ഉഴുന്നിനകത്തിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നല്ല തണുത്തായിരിക്കുന്ന വേണം ഇതിനകത്തിട്ടൊന്ന് കറക്കിയെടുത്തേക്കാം. ഇതൊന്ന് അരച്ചുകൊണ്ട് വരും. അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് ഒപ്പമാണ്. ഉഴുന്നും തേങ്ങയും വേറെ വേറെ അരയ്ക്കുവാണ് അരയ്ക്കാൻ എളുപ്പം. ഇത് ഞാൻ ഇച്ചിരി പല പ്രാവശ്യം ഇളക്കിയിട്ടാണ് എടുത്തത്. ഉഴുന്നിനകത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അരി കുഴച്ച വെള്ളത്തിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. നമുക്ക് ഉപ്പ് മതിയോ എന്നൊന്ന് നോക്കാം. ഉഴുന്ന് അധികമായിപ്പോയാൽ ഉഴുന്നിൻ്റെ ചുവ വരും. പാകത്തിനേ പാടുള്ളൂ. തേങ്ങ എത്ര അധികമായാലും കുഴപ്പമില്ല. തേങ്ങ കൂടും തോറും ഇണ്ടറിയപ്പത്തിന് ടേസ്റ്റ് കൂടും, മയവും കൂടും. കാരണം ഇത് പുളിപ്പിക്കാത്ത അപ്പമാണല്ലോ. ഒരല്പം വെള്ളം വേണം. നമ്മുടെ ഇണ്ടറിയപ്പത്തിൻ്റെ മാവ് കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇത് ഉടനെ തന്നെ നമുക്ക് ഒട്ടും പുളിക്കാതെ ഇപ്പം തന്നെ ഇലയിലേക്ക് വരുത്താം. ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇല എടുത്തിട്ട് ഇണ്ടറിയപ്പത്തിനുള്ള ഇലകൾ നമ്മൾ പൊതിയുമ്പോൾ പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി പതുക്കെ ഒന്ന് വാട്ടും. രാവിലെ ഓർത്തിരുന്നെങ്കിൽ അത് മുറ്റത്ത് വെട്ടിയിട്ടാലും മതിയായിരുന്നു. വെയിലത്ത് വെട്ടിക്കൊണ്ടുവന്ന് വെയിലത്ത് വെച്ചാൽ മതിയായിരുന്നു. അതുകൊണ്ട് അത് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്നൊന്ന് ചൂടാക്കിയെടുക്കുക.
പൊതിച്ചോറിന് പൊതിയുന്ന പോലെ അത്രയൊന്നും വാട്ടണ്ട, എന്നാലൊന്ന് മയം വരാൻ മാത്രം, പൊട്ടിപ്പോകാതിരിക്കാൻ മാത്രം ഒന്ന് വാട്ടുകയും വേണം. കുക്കറിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. കുക്കറിൻ്റെ അടിയിൽ കാണിക്കാം, ഇതുണ്ടോ, ഇത് മാത്രം ഇട്ടാൽ പൊക്കം പോരാത്തതുകൊണ്ട് അതിൻ്റെ അടിയിലൊരു വളയം കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടും വെച്ചു. നമുക്ക് തീയും കത്തിച്ചു കൊടുക്കും. തീ കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം വെള്ളം തൊട്ട് ഇത് പരത്തിയെടുക്കാം. നമ്മൾ അടയൊക്കെ പരത്തുന്നത് പോലെ അല്പം കനത്തി പരത്തണം. തീരെ കനം കുറഞ്ഞു പോയാലും ഒടിഞ്ഞു പോകും. ഒത്തിരി കനമായാൽ വേകാനും താമസം വരും. നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള കനത്തിൽ ഇഷ്ടമുള്ള വലുപ്പത്തിലും പരത്തിയെടുക്കാം. എന്നിട്ട് നാലായിട്ട് മടക്കി ഇനി നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി അടുത്തതും ഇതുപോലെ. ഒത്തിരി എണ്ണം വെച്ചാൽ താമങ്ങി വേകാൻ താമസം വരും. പിന്നെ കുക്കറിലായതുകൊണ്ട് നമ്മൾ വിസിലടുപ്പിച്ച് വെന്തെടുക്കാം. ഇൻട്രിയപ്പം തന്നെ ദോശക്കല്ലിലും ഉരുളിയിലുമൊക്കെ എണ്ണ പുരട്ടി ചുടും. അതുപോലെ തന്നെ ഈ ഇതിനകത്ത് തേങ്ങാക്കൊത്ത് അരിഞ്ഞ് മൂപ്പിച്ചിടും എണ്ണയ്ക്കകത്ത്. അതുപോലെ ഉള്ളി എണ്ണയ്ക്കകത്ത് മൂപ്പിച്ചിട്ട് ഈ മാവിനകത്ത് ഒഴിച്ചിട്ട് പുളിക്കാത്തപ്പോലെ അപ്പോൾ രുചി കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഏറ്റവും സിമ്പിളായിട്ട് ഇത്രയും കൂട്ടം ഉഴുന്നപ്പം എന്നും ഇതിന് പേര് പറയും. ഉഴുന്നും വെളുത്തുള്ളി ചുവന്നുള്ളി തേങ്ങ നന്നായിട്ട് വേണം. നമ്മുടെ അപ്പത്തിൻ്റെ അടുപ്പയിലാക്കി ഇനി നമുക്ക് വിസിലടുപ്പിച്ച് വേവിച്ചെടുക്കാം. നമുക്ക് കുക്കർ അടച്ചു കൊടുക്കാം. വിസിലടിക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. വിസിലടിച്ചു, നമുക്ക് നിർത്തി വെക്കാം. തുറന്ന് നോക്കി നമുക്ക് വെന്തോന്ന് നോക്കാം. വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് ഒഴിച്ചും കൂടെ നോക്കിയേക്കാം. വെന്തിട്ടുണ്ട്. ചിലപ്പോൾ മുകളിലത്തെ വെന്തെന്ന് ഓർത്തുണ്ട്, തൊട്ടടുത്തത് വേകണമെന്ന് നിർബന്ധമില്ല. എല്ലാം വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇലയുടെ കളർ മാറിക്കഴിഞ്ഞാൽ വെന്തു എന്നാണ് അർത്ഥം. ഇനി അല്പം വെല്ലം വാഴാനുണ്ടെങ്കിൽ തന്നെ നമുക്കിതിവിടെ ഇങ്ങനെ വെച്ചാൽ മതി. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഒന്ന് പൊടിച്ച് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല മയവും ഉണ്ട്. നമുക്ക് കൈ പിടിക്കുമ്പോൾ അറിയാം നല്ല മയമുണ്ട്. അപ്പോൾ ഇന്ന് പാതി നോമ്പ് 4 മണി കാപ്പി ഇൻട്രിയപ്പം. ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയും കൂട്ടി നമുക്ക് ഇൻട്രിയപ്പം കഴിക്കാം.